കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഈശോയ്ക്കും മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് കോമൾ. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 12 വർഷത്തോളമായി എൻ്റെ പഠിത്തം നിർത്തിയിട്ട്. പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അതിന് സാധിച്ചില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവെ എനിക്ക് പഠിക്കണം, അതിന് അനുയോജ്യമായ ഒരു കോഴ്സ് എനിക്ക് നൽകണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2022 നവംബറിൽ ഞാൻ നഴ്സിംഗ് പഠിക്കാനായിട്ട് തുടങ്ങി. എനിക്ക് അറിയില്ലായിരുന്നു നഴ്സിംഗ് എങ്ങനെയാണ്, എന്താ നമ്മളവിടെ ചെയ്യുന്നത് എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലാതിരുന്നപ്പോഴാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. 12 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല എന്താ പഠിക്കുന്നത്, നമ്മളവിടെ എന്താ എഴുതേണ്ടത്, പേപ്പറിൽ എങ്ങനെ എഴുതേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞായിരുന്നു, നീ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം, വിശ്വസിച്ച് നീ പഠിക്കുക, എല്ലാം നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിക്കുമ്പോൾ എക്സാം അടുത്ത് വന്നു. ഫസ്റ്റ് ഇയർ എക്സാം വന്നപ്പം എൻ്റെ മനസ്സിൽ പറയുന്നു, കൃപാസനത്തിൽ പേന വെച്ച് പരീക്ഷ എഴുതുകയെന്നുണ്ടെങ്കിൽ ഞാൻ പാസ്സാവും. അതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് കഴിവില്ല, എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ എനിക്കറിയത്തില്ല എങ്ങനെ അത് സാധിക്കും എന്നുള്ളത്. ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് പേന മേടിപ്പിച്ചു. ആ പേന വെച്ചാണ് ഞാൻ ഫസ്റ്റ് ഇയർ എക്സാം എഴുതുന്നത്. ഫസ്റ്റ് ഇയർ എക്സാം എഴുതുമ്പോൾ ഈ 12 വർഷത്തെ ഗ്യാപ്പ് എനിക്കറിയില്ല. ഞാൻ പേപ്പർ മറിച്ച് നോക്കുമ്പോഴെല്ലാം ഒരു ടെൻഷനുണ്ട്, ഞാൻ ഈ എഴുതിയിരിക്കുന്ന കറക്റ്റ് ആണോ ഈശോയെ, എനിക്കറിയത്തില്ല. എല്ലാം ഈശോയുടെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ആ പരീക്ഷ എഴുതി. ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേനും ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെയാണ് ഫസ്റ്റ് ഇയർ പാസ്സായിരിക്കുന്നത്. സെക്കൻഡ് ഇയർ റിസൾട്ട് വന്നു. സെക്കൻഡ് ഇയർ ഞാൻ പാസ്സാണ്. അതും എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹമാണ്. സെക്കൻഡ് ഇയറിലെ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ പോയി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോഴത്തേനും ഇവിടുത്തെ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്കൊന്ന് സാക്ഷ്യം പറയണം, ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, ഞാനിങ്ങനെ എക്സാം എല്ലാം പാസ്സായി, മാതാവിൻ്റെ അനുഗ്രഹമാണ്. എൻ്റെ എല്ലാ പരീക്ഷയും ഞാൻ മാതാവിൻ്റെ പേന വെച്ചും മാതാവിൻ്റെ പത്രത്തിനകത്താണ് എൻ്റെ ഹോൾ ടിക്കറ്റ് ഇരിക്കുന്നത്. ആ എക്സാമിന് പോകുമ്പോൾ പോലും ഞാൻ മാതാവിൻ്റെ മുമ്പിൽ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും. മാതാവാണ് എൻ്റെ രക്ഷ, മാതാവാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അപ്പം സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, നീ തേർഡ് ഇയറിലെ റിസൾട്ട് വരുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നു. അപ്പം തേർഡ് ഇയർ ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും പഠിച്ചതിൻ്റെ കുറച്ചുപോലും ഞാൻ പഠിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ടെൻഷനായിരുന്നു, ഞാൻ സെക്കൻഡ് ഇയർ പാസ്സാവുമോ എന്ന് ചോദിച്ച് എൻ്റെ ആ തേർഡ് ഇയറിൻ്റെ ക്ലാസ് എല്ലാം പോയി. അങ്ങനെ ഞാൻ തേർഡ് ഇയറിൻ്റെ എക്സാം എഴുതി, റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കഴിവല്ല അവിടെ വരുന്നത്, മാതാവിൻ്റെ അനുഗ്രഹം. എൻ്റെ ഹോൾ ടിക്കറ്റ്, എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ മാതാവിൻ്റെ അടുത്ത് വെച്ച്, മാതാവേ ആ റിസൾട്ട് വരുമ്പോൾ ഞാൻ ജയിക്കണേ മാതാവേ, എനിക്ക് നല്ല മാർക്ക് കിട്ടണേ മാതാവേ, എനിക്കൊരു ജോലി വേണം എന്നെൻ്റെ ആവശ്യം മാതാവിന് മാത്രമേ സാധിച്ചു തരാൻ പറ്റത്തുള്ളൂ എന്നുള്ള പ്രത്യാശയോടെ, ആ ഒരു വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. റിസൾട്ട് വന്നപ്പോഴത്തേനും കോളേജിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ മാഡം ഇട്ടിരിക്കുന്ന പോസ്റ്ററിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ആ 12 വർഷത്തിന് ശേഷം പരിശുദ്ധ അമ്മ പ്രവർത്തിച്ചതാണ്. ഞാൻ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അവർ പഠിക്കണം, അവരെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. എല്ലാത്തിൻ്റെ ഇടയ്ക്കും പരിശുദ്ധ അമ്മയുടെ സഹായം എന്നെ സഹായിച്ചു, എന്നെ അനുഗ്രഹിച്ചു. എല്ലാവരും ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ പറയുന്നു. ആരും പറയുന്നത് കൊണ്ടല്ല, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഈശോയും മാതാവും നമുക്ക് തരാത്തതായിട്ട് ഒന്നുമില്ല. അത് എൻ്റെ ഒരു സാക്ഷിയാണ്. എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയാറുണ്ടായിരുന്നു, കൃപാസനത്തിലെ പത്രം കൊടുക്കും, അക്രൈസ്തവർക്കും കൊടുക്കാറുണ്ട്, കൂടുതൽ അവർക്കാണ് കൊടുക്കുന്നത്. അവർ പറയും ഞാൻ ചേച്ചിയാണ് അവർക്ക്. അപ്പം പറയും, ചേച്ചി പാസ്സാവുമോ ചേച്ചി? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും പാസ്സാവും, കൃപാസനത്തിലെ പേന വെച്ച് പരീക്ഷ എഴുതും. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ റിസൾട്ട് വന്നപ്പം ഞങ്ങളൊരു 15 പേര് കൂടുതലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല മാർക്കോടെ പാസ്സായി. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ 13-ാം തീയതി ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴത്തേനും ചേച്ചി ഞങ്ങളും വരുന്നുണ്ട് കേട്ടോ മാതാവിൻ്റെ അടുത്തുനിന്ന്. അതായത് മാതാവിൽ വിശ്വസിച്ചു, മാതാവിൻ്റെ പേന കൊണ്ട് ഞങ്ങൾ എഴുതി. മാതാവിൻ്റെ ആ ഒരു പ്രാർത്ഥന, മാതാവിൻ്റെ അടുത്ത് ആ ഉടമ്പടി പ്രാർത്ഥന, ഞാൻ ഉടമ്പടിയിലിരിക്കുമ്പോഴും എൻ്റെ ഉടമ്പടി തീർന്നു പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ, അയ്യോ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി, പ്രാർത്ഥിക്കണം. പക്ഷേ ഉടമ്പടി ഇല്ലാതെ എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഞാൻ എങ്ങനെ സമയം കണ്ടെത്തി ഇവിടെ വന്ന് ഉടമ്പടി എൻ്റെത് പുതുക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എല്ലാവരും റിസൾട്ട് വന്ന് രജിസ്ട്രേഷൻ ആയതിനു ശേഷമാണ് എല്ലാവർക്കും ജോലി കിട്ടുന്നത്. എൻ്റെ എക്സാം കഴിഞ്ഞപ്പോഴേ മാതാവ് എനിക്ക് ജോലി തന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ലൊരു വരുമാനത്തിൽ എനിക്കൊരു ജോലി തന്ന്, എനിക്ക് റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്ന്, എൻ്റെ കൂട്ടുകാരെ ഈശോ സഹായിച്ച്, എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന കടബാധ്യതകൾ, കുടുംബ സമാധാനം, ഞാൻ ആഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തിലൂടെ അല്ലെ ദൈവത്തിൻ്റെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു മാർഗം, അല്ലെങ്കിൽ അതിനുള്ളൊരു വ്യക്തിയായിട്ട് ഈശോ എന്നെ മാറ്റി. ഇന്ന് ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പം നമ്മൾ പ്രാർത്ഥിക്കുക, മാതാവ് നമുക്ക് വേണ്ടി ഈശോയോട് സംസാരിക്കും, ഈശോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും.
ഉടമ്പടിയിലായിരിക്കുമ്പോഴത്തേനും അതിന് കുറച്ചുകൂടെ ശക്തി കൂടുതലാണ്. പിന്നെ എല്ലാ ദിവസവും ഞാൻ ഓരോ ദിവസവും ഉറക്കം എണ്ണീറ്റ് എൻ്റെ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ്റെ വചനം കേൾക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ്. എന്തോ ഇന്നത്തെ ദിവസം നമുക്ക് നല്ലതാ വരാൻ പോകുന്നത്, നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ. അച്ഛൻ്റെ ആ ഒരു ചിരി, ആ ഒരു സംസാരം, ആ ദൈവവചനങ്ങൾ നമ്മൾ കേൾക്കുന്നത് എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമുക്ക് തരാറുണ്ട്. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾക്കും പത്രം ഇവിടുന്ന് മേടിച്ചിട്ട് പോയിട്ട് അക്രൈസ്തവരായവർക്ക് കൂടുതൽ കൊടുക്കാനായിട്ട് നോക്കും. എൻ്റെ കോളേജിൽ എല്ലാവർക്കും കൊടുക്കും. വിശ്വാസം ഇല്ലാത്തവരുടെ അടുത്ത് ഞാൻ പറയും, നിരസിക്കണ്ട, ചുമ്മാ ഒന്ന് വെച്ച് നോക്ക്, എന്തെങ്കിലും അത്ഭുതം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോഴത്തേനും പ്രാർത്ഥിക്കാതിരുന്ന ആ ഒരു ദിവസത്തിൽ എന്തോ വലിയ പാപം ചെയ്തതുപോലെ, അല്ലെങ്കിൽ എന്തോ ദൈവത്തോട് നമ്മളൊരു തെറ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന മുടക്കാറില്ല, ബൈബിൾ വായിക്കും. ഞാൻ ഓരോ എക്സാം എഴുതാൻ പോകുമ്പോഴേ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ശ്രൈനുണ്ട്, ഫാത്തിമ ശ്രൈൻ എന്നാ പേര്. അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കുമ്പം മാതാവ് എനിക്ക് തരുന്ന വചനം, ഓരോ കുട്ടികളും പറയും എക്സാം പാടായിരിക്കും ചേച്ചി, എനിക്ക് അറിയത്തില്ലെന്ന്. പക്ഷേ ഞാൻ പറയും, എൻ്റെ അടുത്ത് മാതാവ് സംസാരിച്ച് ബൈബിൾ വായിച്ചപ്പോഴത്തേനും മാതാവ് എനിക്ക് സന്തോഷിക്കുന്ന വാർത്തയാണ് തരുന്നത്. മാതാവ് എന്നെ നോക്കി ചിരിക്കുകയോ ചെയ്യുന്നത്. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, മാതാവ് പറയുവാണ് നിനക്ക് വേണ്ടി ഞാൻ വലിയ കാര്യങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്നുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരും മുമ്പിൽ നിൽക്കുന്നത് മാതാവിൻ്റെ ഒരു സാക്ഷിയാണ്, വലിയൊരു സാക്ഷിയാണ്. മാതാവ് എന്നെ അത്രത്തോളം അനുഗ്രഹിച്ചു, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു, എൻ്റെ കൂട്ടുകാരെ അനുഗ്രഹിച്ചു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും മാതാവ് എന്നിലൂടെ പ്രവർത്തിക്കാറുണ്ട്. എല്ലാവരും ഉടമ്പടി എടുക്കുക, പ്രാർത്ഥിക്കുക, മാതാവിൽ വിശ്വസിക്കുക, നല്ലത് മാത്രം വരട്ടെ. ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ കുർബാന കൂടാറുണ്ട്. പിന്നെ എനിക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ജോലി ഉള്ളതുകൊണ്ട് എന്നാൽ സാധിക്കുന്ന വിധം എനിക്ക് കുർബാന കാണാൻ കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും കുർബാന കാണുകയും എല്ലാം ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിലായിരുന്നാലും എൻ്റെ ബന്ധുക്കളോടാണെങ്കിലും പരിശുദ്ധ കുർബാന നിരസിക്കുന്നവരോട്, അല്ലെങ്കിൽ ആ സൺഡേ എന്നൊരു ദിവസത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരടുത്ത് ഞാൻ പറയാറുണ്ട്, ദൈവം പറഞ്ഞിട്ടുണ്ട് നമ്മൾ പള്ളിയിൽ പോകണമെന്നുള്ളത്, ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തിനങ്ങനെ കാണിക്കുന്നു? പോയി നോക്കുക, അപ്പം അറിയാം അതിൻ്റെ ശക്തി എന്താണെന്നുള്ളത്, അതിൻ്റെ അനുഗ്രഹം എന്താണെന്നുള്ളത്. നമുക്ക് പൈസ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലുള്ള ആഡംബരമൊന്നുമല്ല, ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അത് ഈ ആലയത്തിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോകുമ്പോൾ അത് ഇല്ലാതെയാവും. പക്ഷെ ഇവിടെ ഇരുന്നാൽ അത് അങ്ങനെ തന്നെ നമ്മുടെ കൂടെ നിൽക്കും. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സന്നിധിയിൽ തന്നെ ഇരിക്കാൻ, ഇറങ്ങി പോവാതിരിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിരുന്നു എന്നുള്ളത്. എല്ലാവരും പ്രാർത്ഥിക്കുക, ഇനിയും ഉടമ്പടി എടുക്കുവാനും മാതാവിൻ്റെ സാക്ഷിയായി തീരുവാനും മാതാവ് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ചിലർ പറയാറുണ്ട്, ചേച്ചി അമ്മയ്ക്ക് ഭയങ്കര കാലുവേദനയാണ്, കുറേ നാളായി, കുറേ മരുന്ന് കഴിക്കാറുണ്ട്, പക്ഷേ നടക്കാറില്ല. അപ്പം ഈ പറയുന്നവരെല്ലാം നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്, ഞങ്ങൾക്കറിയാം എന്ത് മെഡിസിൻ കൊടുത്താൽ അത് പോകുമെന്നുള്ളത്. ഞാൻ ഒരിക്കലും പറയത്തില്ല മോളെ ആ മെഡിസിൻ കൊടുന്ന്, ഞാൻ പറയും ഉടമ്പടി തൈലം തരാം, അതിട്ട് പ്രാർത്ഥിച്ചാൽ മതി, മാറും. അവരിട്ടിട്ട് വന്ന് പറയുന്നത് എന്താണെന്നറിയാവോ, ചേച്ചി അമ്മയ്ക്ക് കാലുവേദന നല്ല കുറവുണ്ട് കേട്ടോ, അത് കൊള്ളാൻ ചേച്ചി, ഇച്ചിരി തരുമോ? ഞാൻ പറഞ്ഞ മോളെ അത് അങ്ങനെ തരുന്നതല്ല, നീ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ആ തൈലം കിട്ടും, നിനക്ക് ഉപയോഗിക്കാം. ഇത് എനിക്ക് അവിടുന്ന് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയത് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ പോയി പ്രാർത്ഥിക്കുക, മാതാവിൻ്റെ അനുഗ്രഹം നമ്മൾ അങ്ങനെയാണ് അനുഭവിച്ചറിയേണ്ടതെന്ന് പറയാറുണ്ട്. പരീക്ഷയ്ക്ക് നമ്മൾ പോകുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും ഞാൻ കൃപാസനത്തിലെ പത്രം കൊടുത്തിട്ടുണ്ട്, പേന കൊടുത്തിട്ടുണ്ട്, തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചാണ്. ഓരോ കുഞ്ഞുങ്ങളും ഓരോ പേപ്പർ എഴുതുമ്പോഴും അവർ പറയും, ചേച്ചി കൃപാസന മാതാവിൻ്റെ പേന വെച്ച് പരീക്ഷ എഴുതുമ്പോഴും വിശ്വാസ പ്രമാണം പഠിച്ചിട്ടാണ് ചേച്ചി എഴുതുന്നത്. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അത്രയും സമയം കിട്ടുമോ? കാരണം അത്രയും പേപ്പർ എഴുതാനുള്ളിടത്ത് ഈ വിശ്വാസ പ്രമാണം പഠിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? അവർ പറയും, ചേച്ചി എഴുതും ചേച്ചി, അങ്ങനെ എഴുതുന്നത്, അങ്ങനെയാണ് നമ്മൾ ജയിച്ചതെന്നാണ് അവർ പറയുന്നത്. 15 പേരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ, അതായത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ജയിച്ചതിനകത്തുള്ളത്. 15 പേരല്ല, മൊത്തം 30 പേരാണ് ഞങ്ങൾ പാസ്സായിട്ടുള്ളത്. മാതാവ് ഞങ്ങൾക്ക് തന്ന ഒരു അനുഗ്രഹം വലിയൊരു അനുഗ്രഹമാണ്. അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവരെ ആനന്ദിപ്പിച്ചു. സങ്കീർത്തനം 21:6 ഉടമ്പടി ദൈവത്തോടുള്ള ഒരടുത്ത ബന്ധമാണ്, ഒരു ആത്മീയ ബന്ധം. ദൈവസന്നിധിയിൽ സന്തോഷം ആനന്ദിക്കാനുള്ള ഒരു ബന്ധം. അനുഗ്രഹങ്ങളുടെ ഉറവയായ ദൈവത്തിലേക്ക് അടുക്കാനും ആ സാന്നിധ്യത്തിൽ ജീവിക്കാനും ജീവിതം നയിക്കുവാനുമുള്ള ഒരു വിളിയാണ് ഉടമ്പടി. ഒരനുഗ്രഹമാണ്, ഒരു തെരഞ്ഞെടുപ്പാണ്.
എല്ലാവർക്കും ആ വിളിയില്ല. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ മാതാവ് ഇഷ്ടമുള്ളവരെ മാതാവ് തിരഞ്ഞെടുക്കുകയാണ്. ആ വിളി കേട്ട് ആ വിളിക്ക് അനുസൃതമായി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും കടന്നു വരുന്നത്. ദൈവസന്നിധിയിലെ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും ആനന്ദവും നൽകും. ഉടമ്പടി വിശ്വാസത്തോടെ വിശ്വസ്തയോടെ പാലിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹം ലഭിക്കും. ആ അനുഗ്രഹമാണ് നാം മറ്റുള്ളവർക്ക്, കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവരെ ആനന്ദിപ്പിച്ചു എന്നാണ്. ഒരു സന്തോഷത്തോടെ ഒരാനന്ദത്തോടെയാണ് കോമൾ എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവസാന്നിധ്യം അടുത്തറിഞ്ഞ ആ സന്തോഷം, ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും ലഭിച്ച ആ സന്തോഷത്തോടെ ആ ആനന്ദത്തോടെയാണ് മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. 12 വർഷം +2 കഴിഞ്ഞിട്ട് വീട്ടിലായിരുന്നു. പഠിത്തമില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു, കടബാധ്യതകളും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഇടയിൽ എങ്ങനെ പഠിക്കും, എങ്ങനെ ഒരു ഭാവിയുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ ഈശോയുടെ അമ്മയുടെ അടുത്തറിഞ്ഞപ്പോൾ ഈ മകൾക്ക് ഒരു പുതിയ വഴി തുറന്നു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് മകൾ നഴ്സിങ്ങിന് പോകാൻ സാധിക്കുകയും ആ സാമ്പത്തിക ഇടപെടലുകളൊക്കെ ഒരു പെട്ടെന്നായിരുന്നു. ലോൺ പാസ്സാവുകയും പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം നടത്തി കൊടുക്കുകയായിരുന്നു ഉടമ്പടി എടുത്ത ഉടനെ. അതും 12 വർഷം നടക്കാത്ത കാര്യമാണ് ഉടമ്പടിയിലെടുത്ത ഉടനെ ഈശോയും അമ്മയും നടത്തി കൊടുക്കുന്നത്. സമയചുരുക്കത്തിൻ്റെ അമ്മ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ് കൂടെയുള്ളത്. ആ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 12 വർഷം നടക്കാത്ത കാര്യം ഈ മകൾക്ക് നഴ്സിംഗ് പാസ്സാകാൻ സാധിച്ചു. അതായത് ഓരോ വർഷവും എക്സാം എഴുതുമ്പോഴും ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും പിന്നെ ഈ മകൾ പറഞ്ഞത് അതൊക്കെ ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എക്സാം പാസ്സാകാൻ സാധിച്ചത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ് ഈ എക്സാം പാസ്സാകാൻ സാധിച്ചതെന്നാണ്. അത് തന്നെയുമല്ല ഈ മകൾ പറഞ്ഞത്, ഞാൻ മാത്രമല്ല എൻ്റെ കൂട്ടുകാർക്ക് കൂടെ ഞാൻ ഷെയർ ചെയ്തു. ഉടമ്പടി തൈലം മറ്റുള്ളവർക്ക് കൊടുക്കുകയും കൂട്ടുകാർക്ക് കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ 15 പേര് നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും പലരും അക്രൈസ്തവരായിരുന്നു. പക്ഷെങ്കിൽ അവരെല്ലാവരും ചേർന്ന് നിന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ 15 പേരും എക്സാം പാസ്സാകാൻ സാധിച്ചു എന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കോമലിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.